ഹലോ എവരിബഡി, ദിസ് ഇസ് ജിറ്റോ സീമൻ ഹിയർ. അങ്ങനെ അതിരാവിലെ എണീറ്റ് ഒരു ഓഫ് റോഡ് പിടിക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നത്. മൂന്നാർ സൈഡ് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് മലകളൊക്കെ ഉണ്ട്. അങ്ങനെ മലയൊക്കെയും കയറി ഓഫ് റോഡ് പിടിക്കാമെന്ന മൈൻഡ് സെറ്റിലാണ് അങ്ങനെ ഇറങ്ങണത്. അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഓഫ് റോഡൊക്കെയും പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലും പിന്നെ ഉറുമ്പിക്കരയൊക്കെയുള്ള ഹെവി ഓഫ് റോഡൊക്കെ ശേഷം പിന്നെയും ഒരു ചെറിയ ഓഫ് റോഡ് പിടിക്കാനായിട്ടാണ് ഇപ്പോൾ പോണത്. ഈ ഓഫ് റോഡ് കയറുന്നത് ഒറ്റയ്ക്കല്ല, കുറച്ച് കമ്പനിക്കാരും കൂടിയുണ്ട്. അപ്പോൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കള്ളിപ്പാറയാണ്. അവിടേക്ക് കയറാൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നേര്യമംഗലം റൂട്ട് വഴിയാണ് കള്ളിപ്പാറയിലേക്ക് പോകണേ. ആ റൂട്ട് വഴി പോവാന്ന് പറഞ്ഞല്ലോ, ആ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബാണ്. പോകുന്ന റൂട്ടിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായി. അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് റൈഡേഴ്സ് ഒന്ന് ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയും കള്ളിപ്പാറ എന്ന ഫോക്കസ് ഇട്ടിട്ട് പോവാണ്. പക്ഷേ അവിടേക്ക് പോണ വഴി കുറച്ച് കമ്പനിക്കാരും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ XP മാഡ്നസിൻ്റെ വീട്ടിലേക്കാണ് പോണേ, അലൻ്റെ വീട്ടിലേക്കാണ് പോണേ. അവൻ്റെ വീട്ടിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് വിടണേ. അങ്ങനെ ആദ്യം അലൻ്റെ വീട്ടിലേക്കാണ് പോണേ. അവൻ്റെ വീട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ബാക്കിയുള്ളവന്മാരൊക്കെ ഇറങ്ങാനൊക്കെ നല്ല രീതിയിൽ വൈകിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ കുറച്ച് നേരം നിന്ന് ബാക്കിയുള്ളവന്മാരൊക്കെ എത്തുമ്പോൾ അവരുടെ ഒപ്പം മീറ്റ് അടിച്ചിട്ടാണ് കള്ളിപ്പാറയിലേക്ക് പോണേ. അങ്ങനെ അവൻ്റെ വീടൊക്കെ എത്താറായി. അപ്പോഴേക്കും നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ നല്ല സെറ്റ് മഴയാണ്. കുറച്ച് മടുപ്പാവും മഴയൊക്കെ കൊണ്ട്. അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഓഫ് റോഡ് റൂട്ട് പോലെയാണ്. നീ വീട്ടിലേക്കാണോ? ഇതെവിടേക്കാ പോണേ? ഇപ്പോൾ ഇതിപ്പോൾ എവിടേക്കാ പോണേ? ആ വീട്ടിലേക്കാണോ പോണേ? ഞാൻ ഓഫ് റോഡിന് ട്രെയിൽസിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഇട്ടോ, കുഴപ്പമില്ല. ഈയിടെ ട്രെയിൻ അങ്ങനെ അവൻ്റെ വീട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവന്മാർ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബാക്കിയുള്ളവന്മാരെ മീറ്റ് ചെയ്ത് കള്ളിപ്പാറയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഒരു 2 പേരും കൂടി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കുറച്ച് നേരത്തെ രാവിലെ ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് സെറ്റായി പോകുന്നുണ്ട്. പക്ഷേ ഇനി ബാക്കിയുള്ളവന്മാരും കൂടി വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കള്ളിപ്പാറയിലേക്ക് ഇനി നല്ല കോടയുള്ള വഴി, നല്ല മഴയുള്ള റൂട്ടുമാണ്. അതിൻ്റെ ഉള്ളിലും വിട്ടടിച്ചതിൻ്റെ ഒരു പോക്കമാണ് പോക്കണം. മഴയത്ത് വണ്ടി ഓടിച്ച് മടുത്ത് എൻ്റെ പൊന്നോ. ഇനി ചായയും മരിപ്പടേക്കും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി റൈഡ് പോകാൻ. അതിരാവിലെ എത്തിയെങ്കിൽ കള്ളിപ്പാറ സുഖമായിട്ട് കയറായിരുന്നു, മഴയൊന്നും ഉണ്ടായില്ല. ഇപ്പം കള്ളിപ്പാറയുടെ ഏകദേശം തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ. പോസ്റ്റായി നമ്മൾ 4 പേരുണ്ട്, പക്ഷേ 2 കൂടി വരാനുണ്ട്. സമയം എത്ര മണിയാടാ? 3:30. രാവിലെ 11 മണിക്ക് കയറേണ്ടതാണ് ഈ മലയിലേക്ക്. 3:30 അവനെത്തിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കണ് അവനെയോ സുഖലാണ്. അങ്ങനെ ഒരുത്ത വീണിരിക്കുന്നത്. ഇൻസ്റ്റാ 360 അടിച്ചു പോയി തോന്നണേ. ആ വണ്ടി പിന്നെ പറഞ്ഞു, കാറ്റടിച്ച് വണ്ടി പറഞ്ഞു പിന്നെ. എൻ്റെ അമ്മയെ
അവരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 മണി 3 മണി. പിന്നെ കള്ളിപ്പാറ കയറാൻ പറ്റൂല, അത് കൺഫേം ആയി മഴ ആയതുകൊണ്ട്. തെന്നി അടിച്ച് വീണുകൊണ്ടിരിക്കുള്ളൂ, കയറാൻ പറ്റൂല എന്ന് കൺഫേം ആയതുകൊണ്ട് പിന്നെ ചതുരംഗപ്പാറ സൈഡിലൊന്നൊക്കെ പറയാന്ന് വെച്ചു. വീണു, കാറ്റടിച്ച് വീണേ. എന്റെ വെന്നുണ്ട്. ഓ ചെളി കളക്ഷനായി. മറ്റന്മാരെവിടെയാ? കാറ്റ് വന്ന വണ്ടി പറയാവോ? അടാ അവന്മാരിപ്പോ വീഴാൻ പോകണുള്ളൂ, നോക്കാം. അവിടെ ഒരു അടിപൊളി വീഴ്ച വീടവര്. ഓ നീ വീണില്ല, നീ വീണില്ല, കണ്ട്. ആ ഇവിടെ വീണില്ല, അതോ ഓടിച്ചേരി 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 കരിക്കോ. പോരട്ടെ പോരട്ടെ. ഓ മഴയാണോടാ. ഓ കഴിച്ചു പോയി. പോരട്ടെ. ഓ ചെളി. ആ സെറ്റ് അങ്ങനെയല്ല, പോരട്ടെ. ആ സെറ്റ്. പക്ഷെ അതല്ലടാ കള്ളിപ്പാറ, അപ്പുറത്താ. പിന്നെ എന്താ പുള്ളി പറഞ്ഞ ഇതെന്താ പറ്റിയേ? ഇങ്ങനെ ചതുരംഗം പറയുന്ന കുറേ ഓഫ് റോഡ് വഴിയൊക്കെയും കയറി അത്യാവശ്യത്തിന് ശാന്തമ്പാറ ഏകദേശം എത്തി. തൊട്ടപ്പുറത്താണ് ശാന്തമ്പാറ ചതുരംഗപ്പാറ ബോർഡറാണിത്. ഇവിടെ എന്ത് കാറ്റും മഴയും കോടയാണെന്നറിയോ. ഞാൻ പണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇവിടേക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ശാന്തമ്പാറയിലേക്ക് ചാടാനായിട്ട്, ഇപ്പോൾ കൃത്യം ശാന്തമ്പാറയിലാണ് ഞാൻ. അപ്പോൾ അവിടേക്ക് ചാടാനായിട്ട് ഞാൻ കുറേ പ്രാന്തുകളൊക്കെയും കാട്ടിക്കോടേക്കും കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയതിന് ശേഷം നല്ല വള്ളി കെട്ടി ആട്ടിയൊക്കെയും കാടിച്ച് നാശമായി. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ മുകളിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ നോക്കിയാൽ മതി. ആ വള്ളി കിട്ടിയ കഥ പോട്ടെ. എന്ന് വെച്ചാൽ ചതുരംഗപ്പാറ ശാന്തമ്പാറ എന്ന് വെച്ചാൽ ശാന്തമ്പാറയിൽ എത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്കാണ്. അപ്പോൾ ഇത് മാത്രമല്ല പണി കിട്ടിയത്, എന്നെ ഇൻസ്റ്റാ 360 അടിച്ചു പോയി. കുറേ പടവനുകളുണ്ടായി. ഭാഗ്യത്തിന് ആ പടവനുകളിലൊന്നും ഞാൻ വന്നിട്ടില്ല. എനിക്ക് ഒരേ ഒരു പടവൻ മാത്രം കുറച്ച് കാട്ടിക്കോട് കയറി പോകുന്ന സമയത്ത് കിട്ടി. ഈ കാട് കയറി പോകുന്ന സമയത്താണ് എനിക്കൊരു പടവൻ കിട്ടി. അല്ല 2 എണ്ണം കിട്ടി കേട്ടോ, 2 പടവൻ കിട്ടി. പക്ഷേ അത് റെക്കോർഡ് ഹോൾഡർ ഒന്നും ഞാനല്ല. എൻ്റെ അമ്മോ, അയ്യോ
എൻ്റെ ഇൻസ്റ്റാ 360 അടിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ഈ ഫുട്ടേജ് വയ്ക്കും ആലൻ്റെ ഗോപ്രോയിലുള്ള ഫുട്ടേജാണ്. അവിടെ എന്ത് കാറ്റാണെന്നറിയോ, കാറ്റാണ്, ബൈക്ക് പറയുന്നു, കോട, മഞ്ഞ്, വൈബോട് വൈബ് എന്ന് പറഞ്ഞാൽ കോട്ട വൈബ് തന്നെ കേട്ടോ ഇവരുടെ ഒപ്പം. അങ്ങനെ അവിടെ ഒന്ന് പൊളിച്ചടക്കി. പക്ഷേ എൻ്റെ ഇൻസ്റ്റാ 360 ഇല്ലാത്തുള്ള വിഷമം ഉണ്ടായി. കാരണം എനിക്ക് മൊത്തം വള്ളികളുടെ മേനയായിരുന്നു. ഇൻസ്റ്റാ 360 അടിച്ചു പോകുന്നു. അതിനുശേഷം ചതുരംഗമാണ് ഏറ്റവും അറ്റത്തായ ഈ ശാന്തപാറ കയറുന്ന സമയത്ത് ആട്ടയും കടിച്ച് മൂഞ്ചി നാലാവസ്ഥയായിരുന്നു. ഓഫ് റോഡ് കുഴപ്പമില്ല, ചെളിയല്ലേ, എന്നാലും എനിക്കെന്തെങ്കിലും ഭാഗ്യത്തിന് ഡീലായിപ്പോയി. ഈ ഫുട്ടേജ് ഒക്കെ മലൻ്റെ ഗോപ്രോയിലുള്ളതാണ്. അങ്ങനെ അവൻ്റെ ഇത് ഫുട്ടേജ് കിട്ടിയതുകൊണ്ട് ഈ വ്ളോഗിൻ്റെ കുറച്ച് കിലേക്കും കിട്ടി, അവനും കുറച്ച് പടവരയ്ക്കും കിട്ടി. അങ്ങനെ നല്ല രസത്തിൽ അവൻ പെട്ട് കിടക്കായിരുന്നു. എല്ലാവർക്കും കിട്ടി. കമ്പാരിറ്റീവ്ലി കുറവ് ഇരിക്കരുത് എന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. പടവനയ്ക്കും ധാരാളം കിട്ടി. അങ്ങനെ ചതുരംഗപ്പാറയുടെ ഏറ്റവും അറ്റത്ത് ശാന്തമ്പാറ കയറുന്ന സമയത്താണ് എനിക്ക് മൊത്തം വള്ളി കിട്ടിയത്. ആ വള്ളി കിട്ടിയതിന് ശേഷം ഓഫ്കോഴ്സ് ഇൻസ്റ്റാ 360 പ്ലസ് അട്ട കടിച്ചതിന് ശേഷം ബോഡി മൊത്തം വീക്കായി. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഈ പിന്നെ ചെയ്ത വീഡിയോ ഇല്ലേ, ആ വീഡിയോ നോക്കിയാൽ മതി. ലിപ്കിസ് ആൻഡ് ഹിക്കി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതറിയുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം പിന്നെ വേറെ വണ്ടി ഓടിക്കണമെന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നില്ല. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ശാന്തമ്പാറയിലുള്ള ഓഫ് റോഡ് ഗതികെട്ട അവസ്ഥകൾ. പക്ഷേ അവിടെയുള്ള കാറ്റും കോടയും അടിപൊളി തന്നെ കേട്ടോ. ജസ്റ്റ് നല്ല മഴയുള്ള സമയത്തേക്ക് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടത്. ഓഫ്കോഴ്സ് എന്നെ പോലെ കാടും മലയൊന്നും കയറി പണി വാങ്ങരുത്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.